Hello everyone and welcome to the first episode of Scene Undo Film Reviews. ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ തിരഞ്ഞെടുത്ത പടം മാർവൽസ് തണ്ടർബോൾട്സ് ആണ്. ജേക്ക് ഷ്രിയർ ആണ് ഇതിന്റെ ഡയറക്ടർ. ഇത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 36ാമത്തെ സിനിമയാണ്. ഇത് ഞാൻ തിരഞ്ഞെടുത്തതിന് പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല. ഈയിടെയാണ് ഈ സിനിമ സ്ട്രീമിങ്ങിൽ വരുന്നത്. ഇത് തിയേറ്റർ റിലീസായ സമയത്ത് എനിക്കിത് കാണാൻ വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു. അതിന് പ്രധാന കാരണമായ മാർവൽ ഫറ്റീഗിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സിനിമയുടെ റിവ്യൂയിലോട്ട് കിടക്കാം. ഈ റിവ്യൂ കാണുന്നവർ ആരെങ്കിലും മാർവൽ ഫാൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ടേം ചിലപ്പോൾ പരിചയമുണ്ടായിരിക്കും. അതായത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കഴിഞ്ഞുള്ള മാർവൽ പ്രോജക്ട്സിൽ പലതും ഒന്നാമത് നല്ല ബോറായത് കൊണ്ടും പിന്നെ അവരൊരുമാതിരി ടാം തുറന്നിട്ടുള്ള സിനിമകളും TV ഷോസും എല്ലാം ഇങ്ങനെ റിലീസ് ചെയ്യുന്നത് കൊണ്ടും ആൾക്കാർക്ക് മാർവലിൽ ഒരു മടുപ്പ് തോന്നി തുടങ്ങി. ആൻഡ് കോൺസിക്വന്റ്ലി മാർവൽ സിനിമകൾ ഫ്ലോപ്പ് ആവാൻ വരെ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അതിനിപ്പോ എന്താ, ഇവിടെ കേരളത്തില് മാലപ്പടക്കം പോലെയല്ലേ പടങ്ങൾ ഇറങ്ങി പൊട്ടുന്നത്. മാർവൽ എന്ന ബ്രാൻഡിന്റെ സിനിമകൾക്ക് അതുവരെ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു മാർവലിന്റെ സിനിമ ഇറങ്ങുമ്പോൾ അത് അറ്റ് എ വെരി ലീസ്റ്റ് ബ്രേക്ക് ഈവൻ ആകും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഇൻഡസ്ട്രിയും പ്രൊഡ്യൂസേഴ്സും എല്ലാം ഇരുന്നത്. ഉദാഹരണത്തിന് തോർ ദ ഡാർക്ക് വേൾഡ് തന്നെ MCUവിലെ തന്നെ മോശം സിനിമകളിൽ ഒന്നായിട്ടാണ് ആൾക്കാർ പറയുന്നതെങ്കിലും അത് ഇറങ്ങിയ സമയത്ത് അതിന് റഫ്ലി ഒരു $600-700 million ഗ്രോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാർവലിന്റെ അവസ്ഥ അങ്ങനെയല്ല. സോ അവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സും അതിന്റെ ഭാവിയും കുറച്ചൊരു വൾണറബിൾ ആയ ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ അവരുടെ കുറച്ചധികം റിലീസസ്, ഇപ്പോൾ ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ ഫ്ലോപ്പ് ആയിരുന്നു. അത് ഓഫ്സെറ്റ് ചെയ്ത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി 3 ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ദ മാർവൽസ് ഭയങ്കര വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങിയ ഡെഡ്പൂൾ ആൻഡ് വുൾവറീൻ ഭയങ്കര നല്ലൊരു ഹിറ്റ് ആയിരുന്നു. അങ്ങനത്തെ ആ ഒരു ട്രെൻഡ് പിടിച്ച് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ ഫ്ലോപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസിലോട്ടാണ് തണ്ടർബോൾട്സ് ഇറങ്ങുന്നത്. കാര്യം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അതിന് അത്യാവശ്യത്തിന് നല്ല റിവ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ കൂടി ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ മാർവൽ ഫറ്റീഗും പിന്നെ ആൾക്കാരുടെ ഒരു ചെറിയ വേർഡ് ഓഫ് മൗത്തും എല്ലാം കൂടി കൂട്ടി സിനിമ ബോക്സ് ഓഫീസ് അണ്ടർ പെർഫോം ചെയ്യുകയാണ് ഉണ്ടായത്. ഈ സിനിമ കാണാൻ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കുറച്ച് മാർവൽ നോളജ് വേണം. സ്പെസിഫിക്കലി ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ്, ബ്ലാക്ക് വിഡോ, ദ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ ആൻഡ് മേ ബി ഹോക്കൈ. ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞ രണ്ടെണ്ണം TV ഷോസ് ആണ്. ഞാനിത് രണ്ടും കണ്ടിട്ടില്ല. പക്ഷെ അതിലെ കഥാപാത്രങ്ങളെയും അതിന്റെ ഒരു ഓവർ ആർക്കിംഗ് സ്റ്റോറി ആർക്കും എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ തണ്ടർബോൾട്സ് കാണുന്നതിൽ എവിടെയും കൺഫ്യൂസ്ഡ് ആയിരുന്നില്ല. ഏത് ക്യാരക്ടർ ആണ് ഇത് അല്ലെങ്കിൽ ഏത് പ്ലോട്ട് പോയിന്റ് ആണ് ഇവർ റെഫറൻസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. സോ ഹൗ ഇസ് ദ ഫിലിം ആക്ച്വലി? ഓണസ്റ്റ്ലി എനിക്ക് ഈ പടം വളരെ ഇഷ്ടമായി. ഇൻഫാക്ട് ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറം എനിക്കിഷ്ടമായി. ഒബ്വിയസ്ലി അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ സിനിമ കാണാൻ ഇരിക്കുന്നത്. ബട്ട് നോ, ആക്ച്വലി ഐ തോട്ട് ഇറ്റ് വാസ് എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ ഫോർ മാർവൽ. ഈ സിനിമയുടെ കഥയാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും കഥ പറയുന്ന രീതിയാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, പൊതുവെ പുതിയ മാർവൽ സിനിമകൾക്കുള്ളൊരു വലിയ കുഴപ്പം എല്ലാം വളരെ ലാർജ് സ്കെയിൽ സിനിമകളാണ്. അതായത് നമ്മുടെ കഥ ഒരു സ്ട്രീറ്റ് ലെവൽ സൂപ്പർ ഹീറോയെ സംബന്ധിച്ചാണെങ്കിൽ കൂടി അവസാനം ഓ മൈ ഗോഡ് ഗൈസ്, ഈ വില്ലനെ തോൽപ്പിച്ചില്ലെങ്കിൽ ഭൂമി പിളർന്നു പോകും ഗൈസ്, മൾട്ടിവേഴ്സ് തകർന്നു പോകും ഗൈസ് എന്നൊക്കെ ഒരു പോയിന്റിലേക്ക് എങ്ങനെയെങ്കിലും അവരെത്തിക്കും. ഒരുമാതിരി മീശമാധവനെ പിടിച്ച് മിഷൻ ഇമ്പോസിബിൾ കൊണ്ടിടുന്ന പോലെ. ഇതിന്റെ കുഴപ്പം എല്ലാ സിനിമയിലും മൾട്ടിവേഴ്സ് തകരും എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ അങ്ങനെ തുമ്മയിൽ തെറിക്കുന്ന മൾട്ടിവേഴ്സ് ആണെങ്കിൽ അങ്ങ് തെറിക്കട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആവും ഓഡിയൻസ് എടുക്കുക. സോ അറ്റ്ലീസ്റ്റ് അവഞ്ചേഴ്സ് അല്ലാത്ത സിനിമകളിൽ കുറച്ചും കൂടി ലോവർ സ്റ്റേക്സ് വരണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക്. ആൻഡ് തണ്ടർബോൾട്സിനകത്ത് അങ്ങനെ തന്നെയാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. ഡിപ്രഷൻ, ട്രോമ, ലോൺലിനെസ് എന്നിവയാണ് ഈ സിനിമയുടെ പ്രധാന തീംസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഇന്റിമേറ്റ് ആയ സെറ്റിംഗ്സ് ആണ് സിനിമയിൽ കൂടുതൽ. ഉദാഹരണത്തിന് സിനിമയുടെ ആദ്യ പകുതി ബേസിക്കലി മുഴുവൻ ഒരു ബങ്കറിൽ നമ്മുടെ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നതും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ്. ഇതിലൂടെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വളരുന്നു, ഇവരുടെ ബാക്ക് സ്റ്റോറീസ് നമ്മൾ അറിയുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവരുമായി നമുക്ക് കണക്ട് ചെയ്യാനും കഥ എങ്ങോട്ട് പോകുന്നു, ഇവർ ഈ കഥയിൽ എങ്ങോട്ട് പോകുന്നു എന്നറിയാനും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പോരാത്തതിന് ഇതിലെ നമ്മുടെ മെയിൻ അന്റാഗണിസ്റ്റ് സെൻട്രി, വില്ലൻ എന്ന് വിളിക്കാൻ പറ്റില്ല, ആൾ ബേസിക്കലി ഒരു ഹീറോ ആണ്. ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് ആയി വരുന്നു എന്നേ ഉള്ളൂ സെക്കൻഡ് ഹാഫിൽ. പക്ഷേ
സെൻട്രിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആ കഥാപാത്രത്തെ ഡെവലപ്പ് ചെയ്യുന്നിടത്തും ഓൾമോസ്റ്റ് ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലർ ടൈപ്പ് അപ്രോച്ചാണ് അവർ ഫസ്റ്റ് ഹാഫിൽ എടുക്കുന്നത്. അത് നന്നായി വർക്കൗട്ട് ആയി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇയാൾ ആരാണ്, ഇയാളുടെ ഗോൾസ് എന്താണ്, ഇയാളുടെ പവേഴ്സ് എന്താണ്, ഇത് എപ്പോഴായിരിക്കും റിവീൽ ആവുക, ആ റിവീൽ നമ്മുടെ ബാക്കി ക്യാരക്ടേഴ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ അറിയാൻ നമുക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സിനിമയുടെ രണ്ടാം പകുതി ബേസിക്കലി നമ്മുടെ ഹീറോസ് എങ്ങനെ ഒന്നിക്കുന്നു, എങ്ങനെ അവരൊരു ടീം ആകുന്നു, എങ്ങനെ അവർ സെൻട്രിയുടെ ഡാർക്ക് സൈഡ് ആയ വോയിഡിനെ തോൽപ്പിച്ച് അവരുടെ ഒരു ലോൺലിനെസ്സും ട്രോമയും ഒക്കെ ഡീൽ ചെയ്യാൻ പഠിക്കുന്നു എന്നതാണ് രണ്ടാം ഹാഫിന്റെ ഫോക്കസ്. ഞാനിതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് വല്ല കഥയോ ഒന്നുമില്ലല്ലോ. ആൻഡ് ക്വൈറ്റ് ഫ്രാങ്ക്ലി അത് ശരിയാണ്. ഇത് വളരെ ഒരു സിമ്പിൾ കഥയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വരാമായിരുന്ന ഒരു ഫ്ലോ ആൾക്കാർ ചിലപ്പോൾ ഇതിനെ വളരെ പതുക്കെ പോകുന്ന ഒരു സിനിമയായി കണ്ടേനെ, ലൈക്ക് എ വെരി സ്ലോ പേസ് ഫിലിം. ആൻഡ് പ്ലോട്ട് വൈസ് അത് ശരിയാണെങ്കിലും ഈ കഥാപാത്രങ്ങൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ചില സീൻസ് ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നതാണെങ്കിൽ കൂടി ഒരിക്കലും നമുക്ക് അതിൽ ബോറടിക്കില്ല. അതിന് ഒരു കാരണം നമ്മുടെ മോഡേൺ ക്രിഞ്ച് മാർവൽ കോമഡി ഡയലോഗ്സ് ഇതിനകത്ത് വളരെ കുറവാണ്. ആൻഡ് ഉള്ള ചിലതൊക്കെ ക്രിഞ്ചാണെന്ന് ക്യാരക്ടേഴ്സ് അക്നോളജും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു ഇഷ്യൂ ആയി തോന്നില്ല, നമ്മളും അവരുടെ കൂടെ ആ ക്രിഞ്ചൊക്കെ അങ്ങ് ചിരിച്ചു വിടും. പക്ഷെ ഈ ബോറടിക്കാത്തതിന്റെ പ്രധാന കാരണം ആൻഡ് ഈ സിനിമയുടെ കംപ്ലീറ്റ് ഹൈലൈറ്റ് ഇതിലെ പെർഫോമൻസസ് ആണ്. എസ്പെഷ്യലി ഫ്ലോറൻസ് പ്യൂ ആസ് യെലേന ബെലോവ ആൻഡ് ഡേവിഡ് ഹാർബർ ആസ് റെഡ് ഗാർഡിയൻ. ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലി ആൻഡ് ടുഗദർ കണ്ടിരിക്കാൻ ഒരു ഫുൾ വൈബാണ്. ചില സീൻസ് ആരുണ്ടെങ്കിലും ഇവരങ്ങ് കൈയടക്കും. അത് ഇമോഷണൽ സീൻസ് ആണെങ്കിലും ശരി, കോമഡി സീൻസ് ആണെങ്കിലും ശരി, ആക്ഷൻ ആണെങ്കിലും ശരി, ദർ വെരി ഗുഡ്. ആൻഡ് ഭാവി സിനിമകളിൽ ഇവരുടെ ഡുവോയ്ക്ക് നല്ല പൊട്ടൻഷ്യൽ ഞാൻ കാണുന്നുണ്ട്. ബാക്കിയുള്ളവർ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെ നമ്മൾ അമ്പരപ്പിക്കുന്ന പെർഫോമൻസസ് ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ സെൻട്രിയുടെ ആക്ടർ ലൂയിസ് പുൾമൻ നല്ലതായിരുന്നു, പക്ഷെ ഈ സിനിമയിൽ തന്നെ അയാളുടെ ഓവറോൾ പെർഫോമൻസിനെ വച്ചു നോക്കുമ്പോൾ ചില സമയത്ത് പുള്ളിയുടെ അഭിനയത്തിലെ സൂക്ഷ്മതകളൊക്കെ വർക്കൗട്ട് ആയില്ല എന്നും, അല്ലെങ്കിൽ പുള്ളിയുടെ ക്യാരക്ടറിന്റെ ഒരു ഓവറോൾ ലുക്കിൽ ചില സെക്ഷൻസ് വർക്കൗട്ട് ആയില്ല എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ്, അതായത് സെബാസ്റ്റ്യൻ സ്റ്റാനിന്റെ ബക്കി, വൈറ്റ് റസലിന്റെ ജോൺ വാക്കർ, ജൂലിയ ലൂയിസ് ഡ്രേഫസിന്റെ വാലന്റീന, ഇവരൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പ്രത്യേകിച്ചൊന്നും അവർക്ക് ചെയ്യാനില്ലാത്ത പോലെ തോന്നി ഈ സിനിമയിൽ. അങ്ങനത്തെ ഒരു തോന്നലിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ഷെ അതിന്റെ പോസ്റ്റർ ചൈൽഡ് ഈ സിനിമയിൽ ഹാന ജോൺ കേമനിന്റെ എയ്വ അല്ലെങ്കിൽ ഗോസ്റ്റ് എന്ന കഥാപാത്രമാണ്. പ്രത്യേകിച്ച് ഒരു ഡെപ്തും ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിന് കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ഇൻഫാക്ട് തുടക്കത്തിലെ ഒരു മൊമെന്റ് ഒഴിച്ചാൽ പിന്നെ പ്രത്യേകിച്ച് വലിയ പണി ഒന്നും ഇവൾക്ക് ചെയ്യാനില്ല. ആകെ മെയ് ഇറങ്ങി വല്ലതും ചെയ്യുന്നത് ആക്ഷൻ സീൻസിലാണ്. അതിലും മിക്ക സമയം തല്ലുമേടികളാണ് ഈ ക്യാരക്ടറിന്റെ ജോലി. പക്ഷെ ആക്ഷൻ സീൻസ് നല്ല രസമായി അവർ കോറിയോഗ്രാഫ് ചെയ്തത് കൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആകെ 2 മെയിൻ സെറ്റ് പീസസ് ഈ സിനിമയിൽ ഉള്ളൂ. ഒന്ന് തുടക്കത്തിലും ഒന്ന് ക്ലൈമാക്സ് സെക്ഷനിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുന്നേ. ബാക്കിയൊക്കെ ഒരു ചെറിയ മിനി ആക്ഷൻ സീൻസ് പോലെയാണ്. അതൊരു 10-30 സെക്കൻഡിന്റെ ചെറിയ 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 സെഗ്മെന്റ്സ്. അത് നല്ലതാണ്, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു വലിയൊരു സെറ്റ് പീസ് സ്റ്റൈൽ ആക്ഷൻ സീക്വൻസും കൂടി വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമാറ്റോഗ്രഫി വൈസ് അവർ തീംസ് അനുസരിച്ച് ഒരു ഇരുണ്ട തണുത്ത വൈബാണ് പിടിക്കാൻ നോക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലർ ടൈപ്പ് എനർജി. സംടൈംസ് ഇറ്റ് വർക്ക്സ് വെരി വെൽ. ഇപ്പോൾ ചില ഫ്ലാഷ് ബാക്ക് സെഗ്മെന്റ്സിൽ യെലേനയുടെ ഫ്ലാഷ് ബാക്ക് ആണെങ്കിലും ജോൺ വാക്കറിന്റെ ഫ്ലാഷ് ബാക്ക് ആണെങ്കിലും, അല്ലെങ്കിൽ ക്ലൈമാക്സിലെ ചില പോർഷൻസ് ഈ സെൻട്രിയുടെ ഡാർക്ക് സൈഡ് ആയ വോയിഡ് ആകാശത്ത് ഇങ്ങനെ പറന്ന് ഹവർ ചെയ്ത് നിൽക്കുന്ന സമയത്തൊക്കെ ഈ സ്റ്റൈൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റ് ചില സമയങ്ങളിൽ, എസ്പെഷ്യലി ആ ലാസ്റ്റ് 30 മിനിറ്റിലെ ചില സമയങ്ങളിൽ നമുക്കിത് ഭയങ്കര ബ്ലാൻഡ് ആയിട്ട് തോന്നും. ലൈക്ക് ഫ്രെയിമിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലാത്ത പോലെ. ഇൻഫാക്ട് ഈ ലാസ്റ്റ് 30 മിനിറ്റിലാണ് ഈ സിനിമയിൽ ആകെ എനിക്ക് ലാഗ് അടിച്ചത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ സ്പോയിലേഴ്സ് ആവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ഒരു സെക്ഷൻ ഇങ്ങനെയേ നടക്കാൻ സാധ്യതയുള്ളൂ എന്ന് പ്രേക്ഷകന് ആ സെക്ഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ മനസ്സിലാവും. അപ്പോൾ പിന്നെ ആ സെക്ഷൻ തീരുന്നത്ര സമയം നമുക്ക് പുതിയതായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനില്ല. അപ്പോൾ അതിന്റെ ഒരു ലാഗ് നമുക്ക് അടിക്കും, ഏകദേശം ഒരു 10-15 മിനിറ്റ്. ആ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ക്ലൈമാക്സ് ആണ്. ആൻഡ് ക്ലൈമാക്സ് ഇൻട്രസ്റ്റിംഗ് ആണ്, എസ്പെഷ്യലി മാർവലിനെ സംബന്ധിച്ച്. പക്ഷേ
പൊതുവെ ഒരു സിനിമയുടെ ക്ലൈമാക്സിന്റെ ടെൻഷനോ ഒരു ഇമ്പാക്റ്റോ വേണ്ട വിധം നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല. അതാ ആ ഒരു സെക്ഷനിന്റെ സ്റ്റോറി ടെല്ലിംഗ് വീക്ക്നെസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ബട്ട് ഓവറോൾ സിനിമയുടെ പശ്ചാത്തലത്തിൽ ഇത് റിലേറ്റീവ്ലി ചെറിയൊരു കംപ്ലൈന്റ് ആണ്. അത് എന്റെ എൻജോയ്മെന്റിനെ വലുതായിട്ട് ബാധിച്ചില്ല, നിങ്ങളുടെ എൻജോയ്മെന്റിനെ ബാധിക്കാൻ വലിയ സാധ്യതയില്ല. പിന്നെ ഓബ്വിയസ്ലി ഇതൊരു മാർവൽ സിനിമയാണ്. 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്. ഒരെണ്ണം ഒരു നല്ല കോമഡി സീൻ, മറ്റേത് ജൂലൈ 25 റിലീസ് ആകുന്ന ഫാന്റാസ്റ്റിക് ഫോർ സിനിമയുടെ ഒരു ചെറിയ ടീസർ. ആ സിനിമയുടെ ട്രെയിലർ തന്നെ എനിക്ക് സഹിക്കാൻ പാടായിരുന്നു. അപ്പോ സിനിമയുടെ കാര്യം എന്താകും എന്ന് കണ്ടറിയണം. എനിവേസ്, ഈ സിനിമ സീനുണ്ടോ? തണ്ടർബോൾട്സ് ഒരു സീനുമില്ല. 2 മണിക്കൂർ നിങ്ങൾക്ക് എന്റർടൈൻഡ് ആയി കണ്ടിരിക്കാൻ ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ പടം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിട്ടോ കണ്ടു കഴിഞ്ഞെങ്കിലോ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യത്തെ വീഡിയോ ആണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമാവാഞ്ഞ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഹോപ്പ്ഫുള്ളി ഒരു അടുത്ത തവണ ഉണ്ടാവും. ഉണ്ടെങ്കിൽ അതുവരെ സ്റ്റേ വാച്ചിങ്.